ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞ് പോയതാണ്. ശ്രുതിയുടെ രക്ഷകർത്താക്കളാണ് ഞങ്ങളെല്ലാവരും. ശ്രുതിക്ക് ഇനി മറ്റാരും ഇല്ല, ഗവൺമെന്റാണ് ശ്രുതിയുടെ രക്ഷകർത്താവ്. കണ്ടില്ലേ, ഏത് പാർട്ടി ആണെങ്കിലും നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം അല്ലേ. അത് തന്നെയാണ് ഇവിടെ കെ രാജൻ മിനിസ്റ്റർ പറയുന്നത്. ശ്രുതിയുടെ രക്ഷകർത്താക്കളാണ് ഞങ്ങൾ. ഇതിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടത്, ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻറ്റ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് സർക്കാരിൻ്റെ പദ്ധതിയിൽ കൂടിയുള്ള വീട് വേണമെന്നുണ്ടെങ്കിൽ വീട് വെച്ച് നൽകാൻ സർക്കാർ തയ്യാറാണ്. ഇനി അതല്ല, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവർ വന്നിട്ട് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. അറ്റ് ദി സെയിം ടൈം വയനാട് ടൗൺഷിപ്പിലുള്ള വീട് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മാറിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നിട്ട് പറയും, ഇപ്പോൾ ടി സിദ്ദിഖിനെ നമുക്ക് നോക്കാം. ടി സിദ്ദിഖ് ശ്രുതിയുടെ അടുത്ത് പറയാം, ശ്രുതി വേണ്ട വേറെ ആരെങ്കിലും, ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ ടി സിദ്ദിഖ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അമലേ നിനക്ക് വയനാട് ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന് പറയണം, നിനക്ക് പകരം കോൺഗ്രസ് വീട് വെച്ച് നൽകും. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 15 ലക്ഷം രൂപ, ഇടതുപക്ഷ സർക്കാർ തരുന്ന 15 ലക്ഷം രൂപ പാരിതോഷികം